So today we are going to learn about partial response signaling. So before going to study about partial response signaling, let us understand the design of band limited signal for zero ISA. നമ്മൾ മുന്നേ പറഞ്ഞതാണ് Nyquist criteria for zero ISA. Nyquist criteria for zero ISA. So ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ബാൻഡ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലിലൂടെയാണെങ്കിൽ അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം നമുക്ക് അതായത് അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് സിഗ്നൽ അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് റിസീവിംഗ് ഫിൽട്ടർ, അതായത് ഈ എക്സ് ഓഫ് എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം, ജി ടി ഓഫ് എഫ് ഇൻറ്റു സി ഓഫ് എഫ് ഇൻറ്റു ജി ആർ ഓഫ് എഫ് നമുക്ക് എഴുതാം. ഈ സി ഓഫ് എഫ് എന്ന് പറയുന്നത് ചാനലിൻ്റെ റെസ്പോൺസ് ആണ്. ഈ ജി ടി ഓഫ് എഫ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്മിറ്ററിൻ്റെ റെസ്പോൺസ് ആണ്. ജി ആർ ഓഫ് എഫ് എന്ന് പറയുന്നത് റിസീവറിൻ്റെ റെസ്പോൺസ് ആണ്. സോ നമുക്ക് ഈ പറഞ്ഞ റിസീവിംഗ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന സിഗ്നലിലെ ഫംഗ്ഷൻ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് എഫ് നമുക്ക് എങ്ങനെ എഴുതാം, ഈ ട്രാൻസ്മിറ്ററിൻ്റെ റെസ്പോൺസ് ഇൻറ്റു ഈ ചാനൽ റെസ്പോൺസ് ഇൻറ്റു ജി ആർ ഓഫ് എഫ്. സോ ഇതാണ് ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഒരു ബാൻഡ് ലിമിറ്റഡ് ചാനലിലൂടെ നമ്മളൊരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം, ആ സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ എഴുതാം, റിസീവിംഗ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് എക്സ് ഓഫ് എഫ് ആണ്. സോ എക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് ചാനലിൻ്റെ ട്രാൻസ്മിറ്ററിൻ്റെ റെസ്പോൺസ് ഇൻറ്റു ചാനലിൻ്റെ റെസ്പോൺസ് ഇൻറ്റു റിസീവറിൻ്റെ റെസ്പോൺസ് ആണ്. സോ നമുക്കറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഓഫ് ദ റിസീവിംഗ് ഫിൽട്ടർ, നമ്മളിപ്പം ഔട്ട്പുട്ട് ഓഫ് ദ റിസീവറിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ ടി ഈക്വൽ ടു എം ടിയിൽ നമ്മൾ സാമ്പിൾ ചെയ്യുന്നതാണ്. മീൻസ് ഒരു ടി ഈക്വൽ ടു എം ടി എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ റിസീവിംഗ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ട് വൈ എം നമുക്ക് എങ്ങനെ എഴുതാം, വൈ എം ഈക്വൽ ടു എക്സ് സീറോ എ എം പ്ലസ് സമ്മേഷൻ n tends to minus infinity to infinity where n not equal to m xm of t minus nt an plus vm of t. ഇതാണ് നമ്മളെ റിസീവറിൻ്റെ റിസീവിംഗ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. സോ ഈ ഫസ്റ്റ് ടേം എക്സ് സീറോ ഓഫ് എ എം എന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള സിഗ്നൽ. ഇതാണ് ഡിസൈഡ് ആയിട്ടുള്ള സിഗ്നൽ. ഈ സെക്കൻഡ് ടേം ആണ് നമ്മൾ ഐ എസ് ഐ. ഈ സെക്കൻഡ് ടേം ആണ് നമ്മൾ ഐ എസ് ഐ. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഐ എസ് ഐ ഈ സെക്കൻഡ് ടേം ആണ്. ആൻഡ് ദിസ് വി എം ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഡീഷണൽ ആയിട്ട് വരുന്ന വൈറ്റ് ഗോസിൻ നോയ്സ് ആണ്. അത് ചില കേസിൽ പ്രസന്റ് ആയിരിക്കും, ചില കേസിൽ പ്രസന്റ് ആവില്ല. പ്രസന്റ് അല്ലെങ്കിൽ അത്രയും നല്ലത്. സോ ഈ വി എം ഓഫ് ടി എന്ന് പറയുന്നത് എഡിറ്റീവ് വൈറ്റ് ഗോസിൻ നോയ്സ് ആണ്. സോ ഈ ഐ എസ് ഐ എന്ന് പറയുന്നത് അനദർ സിംബൽ ആണ്. ഈ എക്സാർ ഓഫ് എ എം എന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള സിംബൽ. സോ ഈ ഡിസൈഡ് ആയിട്ടുള്ള സിംബലിന്റെ മേലെ ഈ ചാനലിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോകുന്ന സമയത്ത് വേറൊരു അൺഡിസൈഡ് ആയിട്ടുള്ള സിംബലും കൂടി ഇന്റർഫിയർ ചെയ്യും. ആ ഇന്റർഫറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് വി എം ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റീവ് വൈറ്റ് ഗോസിൻ നോയ്സ് ആണ്. സോ ഇൻ ഓർഡർ ടു റിമൂവ് ദ എഫക്റ്റ് ഓഫ് ഐ എസ് ഐ, ഈ എഫക്റ്റ് ഐ എസ് ഐൻ്റെ എഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്താ, ഈ എക്സ് ഓഫ് എം ടി മൈനസ് എൻ ടി ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 ഫോർ എം നോട്ട് ഈക്വൽ ടു എം. എൻ നോട്ട് ഈക്വൽ ടു എമ്മിൻ്റെ കേസിൽ ഈ എക്സ് ഓഫ് എം ടി മൈനസ് എൻ ടി എന്നതിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. ആൻഡ് അതേപോലെ തന്നെ ഈ എക്സ് ഓഫ് 0 ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ഈ എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈഡ് സിംബലും കൂടി 0 അല്ലേ, അങ്ങനത്തെ അതുണ്ടാകും. So x of 0 should not be equal to 0 and we can assume that x of 0 should be equal to 1. ഇതാണ് നെസസറി കണ്ടീഷൻ. അതായത് ഐ എസ് ഐ എഫക്റ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെസസറി കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ എഴുതുക. ഈ ഇക്വേഷനകത്ത് ഈ ഐ എസ് ഐൻ്റെ സിംബൽ, അതായത് ഐ എസ് ഐൻ്റെ കോമ്പോണൻറ്റ്, അതായത് എക്സ് ഓഫ് എം ടി മൈനസ് എൻ ടി ഷുഡ് ബി ഈക്വൽ ടു 0 ആണ്. ഫോർ എൻ നോട്ട് ഈക്വൽ ടു എമ്മിൻ്റെ കേസ് ഷുഡ് ബി ഈക്വൽ ടു 0 ആൻഡ് x0 എന്ന് പറയുന്നത് should not be equal to 0 ആണ്. and x0 can be equal to 1 എന്നുള്ളതാണ്. സോ ഒരു ഓവറോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ, അതായത് ഓവറോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ നമ്മളിപ്പം എഴുതുകയാണെങ്കിൽ ഈ ഈ വാല്യൂ, അതായത് നമ്മൾ ഈ എക്സ് ഓഫ് 0 ഈ ഒരു വാല്യൂ ആണ് നമ്മൾ ഡിസൈഡ് സിംബൽ. സോ ഈ ഡിസൈഡ് സിംബൽ എങ്ങനെയായിരിക്കണം, it should be designed in such a way that this x of nt the value it should be equal to 1 for n equal to 0. n equal to 0 in the case it should be equal to 1 ആണ്. n not equal to 0 in the case it should be equal to 0. ഇതാണ് Nyquist criteria for 0 ISI. ഈ x of nt അതായത് ഈ വാല്യൂ that should be equal to 1. അത് n equal to 0 ന്റെ കേസിൽ അത് 1 ആയിരിക്കണം. n equal to 0 ന്റെ കേസിൽ അത് 1 ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ് ഓഫ് 0. n equal to 0 എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് 0 അല്ലേ വരിക. എക്സ് ഓഫ് 0 ന്റെ കേസിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1. ആൻഡ് n നോട്ട് ഈക്വൽ ടു 0 ന്റെ കേസിൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. n 0 അല്ലാണ്ട് വേറെ എന്തെങ്കിലും വാല്യൂ വരുന്നതാണെങ്കിൽ ഈ എക്സ് ഓഫ് എൻ ടി, അതായത് ഈ ഒരു ടേം ഷുഡ് ബി ഈക്വൽ ടു
0. സോ ഇതാണ് നെസസറി അല്ലെങ്കിൽ നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ESI. ഈ എക്സ് ഓഫ് എൻ ടി ഈക്വൽ ടു 1 ഫോർ എൻ ഈക്വൽ ടു 0 ആൻഡ് എൻ നോട്ട് ഈക്വൽ ടു കേസിൽ 0 ആയിരിക്കണം. സോ ഇതിൻ്റെ ഒരു ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് എഫ് ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ മൈനസ് എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് പ്ലസ് എം ബൈ ടി ഈക്വൽ ടു ടി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതാണ് നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ESI. ഇത് ടൈം ഡൊമൈൻ റെപ്രസെന്റേഷൻ ആണെങ്കിൽ ഇത് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ആണ്. സോ അതിൻ്റെ ഒരു ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ എം ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് പ്ലസ് എം ബൈ ടി ഈക്വൽ ടു ടി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. സോ ഇതാണ് നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ESI. 0 ESI കിട്ടാനുള്ള നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ നിങ്ങൾ. സോ ഇത്രയേ ഉള്ളൂ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്ലൈഡിൽ. നമുക്കൊരു ഫിൽറ്ററിൻ്റെ റിസീവിങ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നൽ y ഓഫ് എം ആയിരിക്കും. അതിൽ 3 ടേംസ് ഉണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈഡ് ടേം ആണ്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ISI ആണ്. തേർഡ് ടേം മേ ബി പ്രസന്റ് ഓർ മേ നോട്ട് ബി പ്രസന്റ്. സോ ആ തേർഡ് ടേം ആണ് എഡിറ്റീവ് വൈറ്റ് ഗോസിയൻ നോയ്സ് ആണ്. സോ ഈ ISI എന്ത് ചെയ്യും? നമുക്ക് 0 ആക്കണം. ഈ ISI 0 ആക്കണ്ടെങ്കിൽ ഈ പറഞ്ഞ സെക്കൻഡ് ടേം ഷുഡ് ബി ഈക്വൽ ടു 0 ഫോർ n നോട്ട് ഈക്വൽ ടു n. അതേപോലെ തന്നെ ഈ x0 എന്ന് പറഞ്ഞ വാല്യൂ it should not be equal to 0. It should not be equal to 0 എപ്പം it should not be equal to 0 when n equal to 0. n equal to 0 ന്റെ കേസിൽ 0 ആവാൻ പാടില്ല. n not equal to 0 ന്റെ കേസിൽ it can be 0 and it can be equal to 1. or നമ്മൾ നോർമലൈസ്ഡ് വാല്യൂ എടുക്കുകയാണെങ്കിൽ x of 0 can be equal to 1 ആണ്. സോ ഒരു ഓവറോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് x of nt അതായത് എക്സ് ഓഫ് എൻ ടി എടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1 ഫോർ n ഈക്വൽ ടു 0 ആൻഡ് നോട്ട് ഈക്വൽ ടു 0 ഫോർ equal to 0. നോട്ട് ഈക്വൽ ടു n നോട്ട് ഈക്വൽ ടു 0ന്റെ കേസിൽ 0 ആയിരിക്കണം. സോ ഇതിന്റെ ഒരു ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിന്റെ ഒരു ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഇതിന്റെ ഒരു പ്രൂഫ് പോലെ എനിക്ക് കാണിച്ചു തരാം. ഇതൊക്കെ പറയുന്നത് പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് കുറച്ചും കൂടി വെറ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സോ ഇതിന്റെ ഒരു പ്രൂഫ് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ESI നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രൂഫ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എക്സ് ഓഫ് എഫ് ഇതാണ്. സോ നമ്മൾ അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണ്. എക്സ് ഓഫ് എഫിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക നമുക്ക് എന്ത് കിട്ടി? എക്സ് ഓഫ് ടി കിട്ടി. സോ എക്സ് ഓഫ് ടി എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് ഇ റേസ് ടു ജെ 2π/ft df അല്ലേ? ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇതാണ് നമ്മൾ എക്സ് ഓഫ് എഫ്. അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുന്ന സമയത്ത് എക്സ് ഓഫ് ടി വരും. സോ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് ഇ റേസ് ടു ജെ 2π/ft df ആണ്. സോ നമ്മൾ ഈ എക്സ് ഓഫ് ടീനെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്ത് കിട്ടിയ എക്സ് ഓഫ് ടീനെ നമ്മൾ സാമ്പിൾ ചെയ്യുന്നുണ്ട്. ടി ഈക്വൽ ടു NT സാമ്പിൾ ചെയ്യുന്നു. സോ ഒബ്വിയസ്ലി എന്തായി മാറി? ഈ ടീനെ NT വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് NT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഇ റേസ് ടു ജെ 2π എഫ് ടീൻ്റെ എടുക്കുക NT വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു DFI. ഇനി നമ്മൾ ഇതിന് ഈ എക്സ് ഓഫ് എഫിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് ഓഫ് എഫിന്റെ വാല്യൂ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്സ് ഓഫ് എഫിന്റെ വാല്യൂ എന്താ? എക്സ് ഓഫ് എഫിന്റെ വാല്യൂ നമുക്കറിയാം. ഇതാണ് എക്സ് ഓഫ് എഫിന്റെ വാല്യൂ. ദാറ്റ് ഈസ് എക്സ് ഓഫ് എഫിന്റെ വാല്യൂ ഈക്വൽ ടു എക്സ് ഓഫ് എഫ് പ്ലസ് എം ബൈ ടി എന്നാണ് അല്ലേ? എക്സ് ഓഫ് എഫിന്റെ വാല്യൂ എക്സ് ഓഫ് എഫ് ബൈ എഫ് പ്ലസ് എം ബൈ ടി ആണ്. നമുക്കിവിടെ കാണാം ഈ അതായത് എക്സ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു ഒരു റിപ്പീറ്റിംഗ് ആണ്. എക്സ് ഓഫ് എഫ് പ്ലസ് ഒരു റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്പെക്ട്രം ഓഫ് എക്സ് ഓഫ് എഫ് ഈസ് റിപ്പീറ്റിംഗ് എവറി m by t സെക്കൻഡ്സ്. ഈ m by t സെക്കൻഡ്സ് ഈ സ്പെക്ട്രം റിപ്പീറ്റ് ചെയ്യുന്നത്. അതാണ് ഈ എക്സ് ഓഫ് എഫ് പ്ലസ് m by t കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് നമുക്ക് ഈ എക്സ് ഓഫ് എഫിന്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഓഫ് എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് വി ആർ ഇന്റഗ്രേറ്റിംഗ്. നമ്മളിവിടെ ഒരു ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/t ഫൈനൈറ്റ് റേഞ്ചിലാണ്. അതായത് 1/2t ആവാം, 1/3t എന്തോ ആവാം. 1/t ഒരു ഫൈനൈറ്റ് റേഞ്ചിലാണ് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ സമ്മേഷൻ എക്സ് ഓഫ് എഫിന്റെ ടേംസിലെടുത്ത് ഇവിടെ സമ്മേഷൻ m ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഉണ്ട്. സോ ആ സമ്മേഷൻ പുറത്തു വന്നു. ബാക്കി റെസ്റ്റ് ഹോൾ ടേം ഈസ് ലൈക്ക് ദിസ്. ഇനി ഈ 1/2t ഇന്റഗ്രൽ പുറത്തെടുത്ത് സമ്മേഷൻ ഉള്ളിലേക്കെടുത്തിട്ട് സമയത്ത് നമുക്ക് ഇതെന്തായിട്ട് എഴുതാം?
ഇത് നമ്മൾ z ഓഫ് എഫ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഇസ് സമ്മേഷൻ m ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് പ്ലസ് എം ബൈ ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു z ഓഫ് എഫ്. അതായത് z ഓഫ് എഫ് ഇസ് ഡിഫൈൻഡ് ബൈ സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് പ്ലസ് എം ബൈ ടി എന്നുള്ളതാണ്. സോ നമ്മൾ ഈ പറഞ്ഞ എക്സ് ഓഫ് എൻ ടിയിൽ ഈ വാല്യൂ, അതായത് ഈ വാല്യൂ നമ്മൾ z ഓഫ് എഫ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. z ഓഫ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. സോ ഈ z ഓഫ് എഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം z ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ പീരിയോഡിക് ഫംഗ്ഷൻ ആണ് വിത്ത് പീരിയഡ് 1. ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 1. ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 1. അതായത് സ്പെക്ട്രം ഓഫ് ദിസ് എക്സ് ഓഫ് എഫ്, ഈ എക്സ് ഓഫ് എഫിന്റെ സ്പെക്ട്രത്തിൽ എക്സ് ഓഫ് എഫിന്റെ സ്പെക്ട്രം ഇറ്റ് ഇസ് റിപ്പീറ്റിംഗ് ഫോർ എവറി എം ബൈ ടി സെക്കൻഡ്സ്. എവറി എം ബൈ ടി സെക്കൻഡ്സിൽ ഈ സ്പെക്ട്രം എക്സ് ഓഫ് എഫിന്റെ സ്പെക്ട്രം റിപ്പീറ്റിംഗ് ആണ്. സോ അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു റിപ്പീറ്റിംഗ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ അത് എം ബൈ ടി സെക്കൻഡ്സിൽ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ അതിനൊരു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയാം. അതായത് z ഓഫ് എഫിന് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റും. സോ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ z ഓഫ് എഫിനെ നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഒരു ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വിത്ത് കോഎഫിഷ്യന്റ് z, അതായത് ഈ z ഓഫ് എഫ് പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാം, അത് പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് ഫംഗ്ഷൻ ആണ്. വിത്ത് പീരീഡ് എം ബൈ ടിയിൽ പീരീഡിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. സോ നമുക്ക് അതിനെ ഒരു ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്നാണ് പറയുന്നത് വിത്ത് ദ കോഎഫിഷ്യന്റ് z. സോ ഈ എക്സ് ഓഫ് എഫിന് ഒരു ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എങ്ങനെയാണ്, ഒരു സ്റ്റാൻഡേർഡ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ് ഇക്വേഷൻ സിയിൽ കാണിച്ചിരിക്കുന്നത്. ഇക്വേഷൻ സിയിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ്. ഇത് z of f is equal to summation n tends to minus infinity to infinity z of n e raised to j 2 pi nft. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. സോ നമുക്ക് എന്തായിട്ട് എഴുതാം, ഇതിനകത്ത് z ഓഫ് n എന്താ എഴുതാം, ഈ കോഎഫിഷ്യന്റ് എങ്ങനെയായിട്ട് എക്സ്പ്രസ് ചെയ്യാം. കോഎഫിഷ്യന്റ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് z ഓഫ് n is equal to t into minus 1 by 2t to 1 by 2t z of f e raised to minus j 2 pi fn t dt എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. e raised to മൈനസ് വരും. ഈ z ഈ കോഎഫിഷ്യന്റ് നമ്മൾ എഴുതുന്നത് ഇതെല്ലാം സ്റ്റാൻഡേർഡ് നമ്മൾ ഫോറിയർ സീരീസ് എക്സ്പാൻഷനിൽ പഠിച്ചത് തന്നെ ഈ രണ്ട് ടേംസ് സിയും ബിയും. ദിസ് z ഓഫ് എഫിന് നമുക്ക് ഈ പറഞ്ഞ പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഫോറിയർ സീരീസ് എക്സ്പാൻഷനിലായിട്ട് എഴുതാം. സോ ഈ z എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, z എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ t ഇൻറ്റു ഇന്റഗ്രൽ zf e raised to minus j2 pi fnt df എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇത് സ്റ്റാൻഡേർഡ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ്. സോ ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഒന്നുമില്ല, ഇതിൽ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ കണ്ടുപിടിച്ച z ഓഫ് എഫ് ഉണ്ട്, എക്സ് ഓഫ് എഫ് ഉണ്ട്. എക്സ് ഓഫ് എഫിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുന്ന ഇങ്ങനെ ഇക്വേഷൻ വന്നു. അതിന് നമ്മൾ ടി ഈക്വൽ ടു ഒരു സാമ്പിളിംഗ് ഇൻസ്റ്റന്റ് ടി ഈക്വൽ ടു എൻ ടിയിൽ കൺസിഡർ ചെയ്യാന്നെങ്കിൽ നമ്മൾ ഈ എക്സ് ഓഫ് ടീനെ എൻ ടി വെച്ച് റീപ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എക്സ് ഓഫ് എഫിന് അതിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. എക്സ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് പ്ലസ് എം ബൈ ടി. സോ ഇത് നമ്മൾ ടിയോട് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈ എക്സ് ഓഫ് എഫ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ അത് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇനി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സമ്മേഷൻ നമ്മൾ z ഓഫ് എഫ് ആണെന്ന് പറഞ്ഞു. ഈ സമ്മേഷൻ ഇസ് ഈക്വൽ ടു z ഓഫ് എഫ് ആണെന്ന് പറഞ്ഞു. സോ z ഓഫ് എഫിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞു. അത് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ആ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് ആ ഫോറിയർ കോഎഫിഷ്യന്റ് എക്സ്പ്രഷൻ നമ്മൾ എഴുതി. സോ ഇത്രയാണ് ഈ സ്ലൈഡിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യാം. നമ്മൾ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യണം. അതായത് ഈ കാണിച്ചിരിക്കുന്ന എ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷനും അതേപോലെ തന്നെ ഈ ഇക്വേഷനും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഈ ഇക്വേഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം ഈ z ഓഫ് എൻ ടി എന്ന് പറയുന്നത് ഷുഡ് ബി ഈ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, z ഓഫ് എഫ് ഇ റേസ് ടു ജെ 2 പൈ എഫ് എൻ ടി ഡി എഫ് ആണ്. ഇവിടെ z ഓഫ് എഫ് ഇ റേസ് ടു മൈനസ് ജെ 2 പൈ എഫ് എൻ ടി ഡി എഫ് ആണ്. സോ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്, പക്ഷെ ഇവിടെ ഒരു ടി എക്സ്ട്രാ ടേം ഉണ്ട്. അതേപോലെ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ്. അത്ര മാത്രമുള്ള വ്യത്യാസം മാത്രമേ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ. അതായത് രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്,
ഇവിടെ ഒരു ടി എക്സ്ട്രാ ടേം ഉണ്ട്, ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. സോ നമുക്ക് ഈ പറഞ്ഞ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സെഡ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടി ഇൻറ്റു എക്സ് ഓഫ് മൈനസ് എൻ ടി. കാരണം ഈ മൈനസ് എൻ ടി വരാൻ കാരണം ഇവിടെ ഇ റേസ് ടു പ്ലസ് ജെ ടു പൈ എഫ് എൻ ടി ആണ്, ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ ടു പൈ എഫ് എൻ ടി ആണ്. അതേപോലെ തന്നെ ഇത് ടി ടൈംസ് ആണ്, സെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു ആണ്. സോ എക്സ് ഓഫ് എൻ ടിന്റെ അപ്പുറം എന്ത് കൂടി വരും? ഇത് ഈക്വൽ ആവണമെങ്കിൽ ഒരു ടി മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, എന്നാലല്ലേ ഇത് ഈക്വൽ ആവും. സോ ആ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടി സെഡ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു എക്സ് ഓഫ് മൈനസ് എൻ ടി. സെഡ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു എക്സ് ഓഫ് മൈനസ് എൻ ടി. സോ നമ്മൾ നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ISI ആണെങ്കിൽ ഈ എക്സ് ഓഫ് എൻ ടിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0, n ഈക്വൽ ടു 0 ഫോർ 1 and നോട്ട് ഈക്വൽ ടു 0 ഫോർ 0 ISI ആണ്. ഇൻ ടേംസ് ഓഫ് സെഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ n ഈക്വൽ ടു 0ന്റെ കേസിൽ എന്താവണം? n ഈക്വൽ ടു 0ന്റെ കേസിൽ എക്സ് ഓഫ് 0 ആണ്. എക്സ് ഓഫ് 0ന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ നോർമലൈസ്ഡ് വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ടി. ആൻഡ് നോട്ട് ഈക്വൽ ടു 0ന്റെ കേസിൽ it is equal to 0. ഇതാണ് നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ISI ഇൻ ടേംസ് ഓഫ് സെഡ് ഓഫ് എൻ. സെഡ് ഓഫ് എൻ്റെ ടേംസിൽ നമ്മൾ നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ISI ആണ്. സോ ഈ വാല്യൂ, അതായത് ഈ സെഡ് ഓഫ് എന്നിന്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ സിയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഇക്വേഷൻ സി, അതായത് ഇക്വേഷൻ സി എന്താണ്? ഇക്വേഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സെഡ് എൻ ഇ റേസ് ടു ജെ 2 പൈ എഫ് എൻ ടി ടി. സോ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. നമുക്ക് എന്താ വാല്യൂ കിട്ടുക? സെഡ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ സെഡ് എൻ ഇൻറ്റു ഇ റേസ് ടു ജെ 2 പൈ എഫ് എൻ ടി ഡി എഫ്. ഇതാണ് ആ ഇക്വേഷൻ സി. സോ അതിൻ്റെ അകത്ത് നമ്മൾ ഈ എന്നിൻ്റെ വാല്യൂ 0 കൊടുക്കും, എന്നിൻ്റെ വാല്യൂ അതർ ദാൻ 0 കൊടുക്കും. സോ അന്നേരം നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താ? സെഡ് ഓഫ് എഫിൻ്റെ വാല്യൂ എന്താ? എന്നിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് സെഡ് എന്നിൻ്റെ വാല്യൂ ടി ആവും. അപ്പോൾ ഇ റേസ് ടു 0 എന്താണ്? എന്നിന്റെ വാല്യൂ ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇ റേസ് ടു 0 1 ആയി. സോ ടി മാത്രമേ വരൂ, അതായത് സെഡ് എഫ് ഫിസിക്കൽ ടു ടി. ഇനി എന്നിന്റെ വാല്യൂ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. സോ 0ന്റെ കേസിൽ മാത്രമേ ഇവിടെ വാല്യൂ ഉണ്ടാവും. ആൻഡ് നോട്ട് ഈക്വൽ ടു 0ന്റെ കേസിൽ എന്താ വരിക? ഏത് വാല്യൂ ഇട്ടാലും സെഡ് എന്നിന്റെ വാല്യൂ 0 ആവും. സോ ഒബ്വിയസ്ലി ഇതെന്തമായി മാറും? 0 ആയിട്ട് മാറും. സോ സെഡ് എഫ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ആയി. സെഡ് എഫ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞിട്ട് ഒബ്റ്റെയിൻ ആയി. അതൊന്നുമില്ല, ഈ കിട്ടിയ എക്സ്പ്രഷൻ, അതായത് ഈ കിട്ടിയ വാല്യൂസ് നമ്മൾ ഇക്വേഷൻ സിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെഡ് എഫ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ആയി. സോ സെഡ് എഫിന്റെ വാല്യൂ എന്താ? നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. സെഡ് എഫിന്റെ വാല്യൂ എന്താ? ഈ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ സെഡ് എഫിന്റെ വാല്യൂ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതല്ലേ സെഡിന്റെ വാല്യൂ. സോറി, ഇതാണ് സെഡ് എഫിന്റെ വാല്യൂ. സോ ഈ സെഡ് എഫ് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഈ സെഡ് എഫ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി? ആ സെഡ് എഫിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന സെഡ് എഫ് ഓഫ് അല്ലെങ്കിൽ എക്സ് ഓഫ് എഫ്, സെഡ് ഓഫ് എഫിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സമ്മേഷൻ എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് പ്ലസ് എം ബൈ ടി ഈക്വൽ ടു ടി എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. സോ പ്രൂഫ് നമുക്ക് ഒബ്റ്റെയിൻ ആയി. ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ISI. നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ISI എന്ന് പറയുന്നത്. സോ ഈ നിക്വിസ്റ്റ് ക്രൈറ്റീരിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ചാനൽ ബാൻഡ്വിഡ്ത്ത് ഓഫ് W എടുക്കുന്നത്, ചാനൽ ഓഫ് ബാൻഡ്വിഡ്ത്ത് W എടുക്കുന്നുണ്ട്. അതായത് അതിന്റെ സി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് മോർ ദാൻ W ആണെങ്കിൽ അതിന്റെ ഈ റെസ്പോൺസ്, ചാനൽ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ ചാനൽ റെസ്പോൺസ് ഇറ്റ് വിൽ ബി 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ഓഫ് എഫ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതായത് ഇതല്ലേ നമ്മളെ എക്സ് ഓഫ് എഫ്, ഇതല്ലേ നമ്മൾ എക്സ് ഓഫ് എഫ്. സോ നമ്മളൊരു ഈ ഒരു കേസിൽ നമ്മൾ എടുക്കുന്നത് ചാനലിന്റെ W ആണ് ചാനലിന്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നുണ്ട്. സോ നമ്മളിപ്പം മോഡ് എഫ് W, ഇറ്റ്സ് മിനിറ്റ്, ഗ്രീറ്റർ ദാൻ W ആവുന്ന സമയത്ത് ഈ സി ഓഫ് എഫിന്റെ വാല്യൂ 0 ആണ്. സി ഓഫ് എഫിന്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ? എക്സ് ഓഫ് എഫിന്റെ വാല്യൂ എന്തായി? ഒബ്വിയസ്ലി 0 ആയി മാറും.
അപ്പോൾ മോഡ് എഫ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യൂയുടെ കേസിൽ. സോ ചാനലിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ ടി ലെസ് ദാൻ 1/2 ഒമേഗ ഡബ്ല്യു, പിന്നെ ടി ഈക്വൽ ടു 1/2 ഡബ്ല്യു ആൻഡ് ടി ഗ്രേറ്റർ ദാൻ 1/2 ഒമേഗ 2 ഡബ്ല്യു. സോ ടി ഈക്വൽ ടു 1/2 ഡബ്ല്യൂവിൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി നോൺ ഓവർലാപ്പിംഗ് സ്പെക്ട്രം ആയിരിക്കും, ഓവർലാപ്പ് ചെയ്യാത്ത സ്പെക്ട്രം ആയിരിക്കും. സോ നമ്മളിപ്പോൾ ഈ ഓവർലാപ്പ് ചെയ്യാത്ത സ്പെക്ട്രം നമ്മളിപ്പോൾ ഈ ഒരു സ്പെക്ട്രത്തിന്റെ സം എടുക്കുവാണ്. ബേസിക്കലി നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്, ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് പ്ലസ് എം ബൈ ടി ടു ടി എന്നാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അതായത് ഈ എല്ലാ സ്പെക്ട്രവും സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ടി ആണ്. അതാണ് ഈ ഒരു ഗ്രാഫ് വരച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സോ ഈ എല്ലാ സ്പെക്ട്രവും നമ്മൾ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ സമ്മിങ് അല്ല നടക്കുന്നത്. സോ എല്ലാ സ്പെക്ട്രവും നമ്മൾ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ടി ആണ്. ഇറ്റ് ഷുഡ് ഹാവ് എ കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ടി ആണ്. സോ ഈ ഒരു കേസിൽ, അതായത് ഫസ്റ്റ് കേസിൽ നമുക്ക് അത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് കേസിൽ നമുക്ക് അത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ടി ഈക്വൽ ടു 1/2 ഒമേഗ. ഇതിനാണ് നമ്മുടെ നിക്വിസ്റ്റ് റേറ്റ് എന്ന് പറയാം. ഈക്വൽ ടു 1/2 ഒമേഗ. സോ ഈ നിക്വിസ്റ്റ് റേറ്റിന്റെ ഗ്രാഫ് വരക്കുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ കിട്ടും. അത് ഇറ്റ്സ് അബൌട്ട് ടു ഓവർലാപ്പ് ആണ്. ഓവർലാപ്പ് ആയിട്ടില്ല, പക്ഷെ ഇറ്റ്സ് അബൌട്ട് ടു ഓവർലാപ്പ്. സോ സെക്കൻഡ് കേസിലെ ഗ്രാഫ് വരക്കുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇത് ഇങ്ങനെ കിട്ടും. ആൻഡ് തേർഡ് കേസ് എന്ന് വെച്ചാൽ ടി ഗ്രേറ്റർ ദാൻ 1/2 ഒമേഗ. ഇത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റത്തില്ല. ടി ലെസ് ദാൻ 1/2 ഒമേഗ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് തേർഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് സ്പെക്ട്രമാണ്. 3 രീതിയിൽ സാമ്പിൾ ചെയ്യുന്നത് ടി ലെസ് ദാൻ 1/2 ഒമേഗ, ടി ഈക്വൽ ടു 1/2 ഒമേഗ ആൻഡ് ടി ഗ്രേറ്റർ ദാൻ 1/2 ഒമേഗ 2 ഡബ്ല്യു ആണ്. സോ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നോൺ ഓവർലാപ്പിംഗ് സ്പെക്ട്രം ആണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ അബൌട്ട് ടു ഓവർലാപ്പ് ആണ്. ആൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് സ്പെക്ട്രം ആണ്. ഈ സെക്കൻഡ് കേസ് ആണ് നമ്മൾ നിക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് റേറ്റ് ഇതാണ് നമ്മൾ നിക്വിസ്റ്റ് റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇത്രയാണ് ഈ പറഞ്ഞ നിക്വിസ്റ്റ് റേറ്റ് ഫോർ 0 നെ പറ്റി പറയാനുള്ളത്. സോ ഇതിന് കുറച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ നിക്വിസ്റ്റ് റേറ്റിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഉണ്ട്. അതായത് ഇതിന്റെ സ്പെക്ട്രം വരച്ചു നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയൽ ടൈപ്പ് ഓഫ് ഈ സെക്കൻഡ്, അതായത് ഈ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയൽ കേസാണ് കിട്ടും. അതൊരു പ്രാക്ടിക്കലി അൺറിയലൈസബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രാക്ടിക്കലി അൺറിയലൈസബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ നമ്മൾ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിലേക്ക് പോയി. അപ്പോൾ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിന്റെ അകത്ത കേസിൽ ട്രാൻസ്മിഷൻ റേറ്റ് കുറവായിരുന്നു, അതേപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് എക്സസ് ബാൻഡ് വിഡ്ത്തിന്റെ ആവശ്യമുണ്ട്. സോ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിലേക്ക് പോയി. റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിന്റെ നമ്മൾ എന്ത് പറയും, ഈ ഫസ്റ്റ് സൊല്യൂഷൻ ഫോർ അല്ലെങ്കിൽ പൾസ് ഷേപ്പിംഗ് അല്ലെങ്കിൽ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയും. റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിന്റെ ആ ഒരു പ്രോസസ്സിന് നമ്മൾ ഫസ്റ്റ് സൊല്യൂഷൻ ഫോർ 0 എന്ന് പറയും. ഫസ്റ്റ് സൊല്യൂഷൻ ഐഡിയൽ കേസ് ഉണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് സൊല്യൂഷൻ ഫോർ പൾസ് ഷേപ്പിംഗ് എന്ന് പറയുന്നത് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം ആണ്. സോ നമ്മൾ ഈ ഒരു പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഡിലീറ്റിംഗ് ISI, നമ്മൾ നേരത്തെ കേസിലൊക്കെ ISI എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ISI എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, നിക്വിസ്റ്റ് ക്രൈറ്റീരിയയിൽ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ISI നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം, എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു അൺറിയലൈസബിൾ സ്പെക്ട്രം ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത്. റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിലേക്ക് പോയി. അപ്പോൾ അത് പ്രാക്ടിക്കലി റിയലൈസബിൾ ആണെങ്കിൽ കൂടി അതിന് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എക്സസ് ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ റേറ്റും കുറവായിരുന്നു. സോ വി ഗോ ഫോർ പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ്. ഈ പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗിൽ ബേസിക്കലി ചെയ്യുന്നത് ISI ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ഡിലീറ്റിംഗ് ISI we are going to get controlled ISI. നമ്മൾ ട്രാൻസ്മിറ്ററിൽ തന്നെ ഒരു നോൺ ISIയും കൂടി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് നോൺ സിമ്പിളും കൂടി ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഇവിടെ നമുക്ക് കാണാം എക്സ് ഓഫ് എൻ ടി ഉണ്ട്. എക്സ് ഓഫ് എൻ ടിന്റെ കേസിൽ നേരത്തെ കേസിൽ എന്തായിരുന്നു വാല്യൂ, n=0 കേസിൽ 1ഉം അതർവൈസ് കേസിൽ 0 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, n=0 പകരം ഒരു എക്സ്ട്രാ ഒരു സിമ്പലും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് 1. സോ നമുക്ക് ഇവിടെ എന്താ ശരിക്കും നടക്കുന്നത്, ഈ 1 എന്താ ഒരു പ്രീവിയസ് സിമ്പിൾ ആണ്. അതായത് 0ന്റെ കൂടെ ഒരു പ്രീവിയസ് സിമ്പിളും കൂടി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ടേമും കൂടി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ISI. അതായത് നമ്മൾ നോൺ ആയിട്ടുള്ള സിമ്പിളും കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡിലീറ്റിംഗ് ISI വി ആർ ഗോയിങ് ടു ഗെറ്റ് കൺട്രോൾഡ് ISI അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് ISI. സോ ഇതിനുള്ള അനദർ നെയിമാണ് ഈ പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് എന്നുള്ളത്. നമുക്ക് ഹെഡിങ്ങിൽ തന്നെ കാണാം, ഡിസൈൻ ഓഫ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ വിത്ത് കൺട്രോൾഡ് ISI. കൺട്രോൾഡ് ആയിട്ടുള്ള ISI ആണെങ്കിൽ
നമ്മൾ അതിന് പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് എന്ന് പറയും. സോ ഫസ്റ്റ് പോയിന്റ് എന്നാൽ ഇറ്റ് ഈസ് ഇന്റൻഷനലി അലോയിങ് സെർട്ടൻ എമൗണ്ട് ഓഫ് ഇന്റർഫറൻസ്. നമ്മൾ സെർട്ടൻ എമൗണ്ട് ഓഫ് ഇന്റർഫറൻസ് ഇന്റൻഷനലി നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അതായത് നോയിൻലി വി ആർ ആഡിങ് സെർട്ടൻ എമൗണ്ട് ഓഫ് ഇന്റർഫറൻസ്. സോ നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്ത കണ്ടീഷൻ ഫോർ സീറോ എസ് എന്തായിരുന്നു? എക്സ് ഓഫ് എൻ ടി ഈക്വൽ ടു സീറോ ഫോർ എൻ നോട്ട് ഈക്വൽ ടു സീറോ, എക്സ് ഓഫ് എൻ ടി ഈക്വൽ ടു 1 ഫോർ എൻ ഈക്വൽ ടു സീറോ. സോ ഇതാണ് മുന്നേ ഡിസൈൻ ചെയ്ത് വെച്ച സീറോ കണ്ടീഷൻ അല്ലെ, സീറോ ISI കണ്ടീഷൻ. So here we are designing the band limit signal to have a controlled ISI at one time instant. This means we allow one additional non-zero value. അതായത് സീറോ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു നോൺ സീറോ അഡീഷണൽ, അതായത് ഇവിടെ 1 ആണ് നോൺ സീറോ വാല്യൂ ഇൻ ദ സാമ്പിൾ എക്സ് ഓഫ് എൻ ടി. ഈ എക്സ് ഓഫ് എൻ ടിനകത്ത് ഈ സീറോ അല്ലാണ്ട് വേറൊരു നോൺ സീറോ അഡീഷണൽ വാല്യൂയും കൂടി നമ്മൾ ആഡ് ചെയ്യും, നമ്മൾ അലോ ചെയ്യും. ദാറ്റ് ഈസ് സീറോ അല്ലാതെ വേറൊരു നോൺ സീറോ അഡീഷണൽ വാല്യൂ നമ്മൾ ഇവിടെ അലോ ചെയ്യും ഇൻ ദ സാമ്പിൾ എക്സ് ഓഫ് എൻ ടി. ദ ISI വി ഇൻട്രൊഡ്യൂസ്ഡ്, ഈ പറഞ്ഞിരിക്കുന്ന സീറോ അല്ലാത്തൊരു അഡീഷണൽ നോൺ സീറോ വാല്യൂ, അതാണ് നമ്മൾ ISI ഉദ്ദേശിക്കുന്നത്. ഈ ISI എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിറ്റർമിനിസ്റ്റിക് ആണ് ആൻഡ് കൺട്രോൾഡ് ആണ്. ഇത് ഡിറ്റർമിനിസ്റ്റിക് ആണ് ആസ് വെൽ ആസ് ഇറ്റ്സ് കൺട്രോൾഡ് ആണ് ആൻഡ് ഹെൻസ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അറ്റ് ദ റിസീവർ. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിസീവറിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. And one special case that lead to physically realizable transmitting and receiving filter is specified by the sample. So നമ്മൾ അതിന്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് x of nt എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു 1 for n equal to 0 and 1 and 0 otherwise. അതിന്റെ z of n എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ മുന്നേ എഴുതിയിട്ടില്ലേ z of n equal to 0ലും അതിന്റെ പ്രീവിയസ് സാമ്പിൾസിലും -1ലും t ആണ്. n equal to 0ലും അതേപോലെ -1ലും അതിന്റെ വാല്യൂ t ആണ് and otherwise its value is 0. Otherwise its value is 0 എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ നമുക്ക് നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ ആണ് z of f ന്റെ ഇക്വേഷൻ. നമ്മൾ ഇൻ ടേംസ് ഓഫ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? z of f is equal to summation -infinity to infinity z of n e raised to j 2πft df എന്നുള്ളത്. സോ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ z of n ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ കിട്ടിയ z of n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് n equal to 0ന്റെ കേസിൽ t ആണ്. n equal to 0ന്റെ കേസിൽ t ആണ്. ആൻഡ് n equal to ഒരു വാല്യൂം കൂടി ഇവിടെ ഉണ്ട്. നേരത്തെ കേസ് നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? z of f equal to t എന്ന് മാത്രമായിരുന്നു കിട്ടിയത് അല്ലേ? പക്ഷെ ഇവിടെ n equal to -1ലും വാല്യൂ ഉണ്ട്, n equal to -1ലും ഇവിടെ t തന്നെയാണ് വാല്യൂ അല്ലേ? n equal to -1ലും t തന്നെയാണ് വാല്യൂ. അപ്പൊ ഇവിടെ എന്ത് വരും? t into e raised to -j2πft. സോ ഈ സെക്കൻഡ് ടേം ആണ് എഡീഷണൽ ടേം. നമ്മൾ വണ്ണ് എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ സാമ്പിൾ ഒരു സിമ്പിളും കൂടി എടുത്തുകൊണ്ടുള്ള സെക്കൻഡ് ടേം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതൊരു അഡീഷണൽ ടേം, അതായത് ഇതാണ് നമ്മൾ കൺട്രോൾഡ് ISI എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളൊരു പൾസ് വരക്കുവാണെങ്കിൽ t equal to 1/2 ഒമേഗയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതിന്റെ സ്പെക്ട്രം. z of f ന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ദാറ്റ് ഇസ് 1/2 ഒമേഗ into 1 - j/f divided by omega for mod f less than omega. mod f greater than omega ആവുന്ന സമയത്ത് എടുക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കണ്ടീഷൻ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. mod f greater than omega ആവുന്ന സമയത്ത് c of f ന്റെ വാല്യൂ 0 ആവും. സോ x of f ന്റെ വാല്യൂ 0 ആവും. സോ mod f ന്റെ വാല്യൂ നമ്മൾ ലെസ് ദാൻ ഒമേഗ എടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 1/2 ഒമേഗ into 1 plus e raised to -j/f by omega ആണ്. And it can be also equal to 1/omega -j/f to omega cos pi. ഇതേ സെയിം ഇക്വേഷൻ തന്നെ വേറെ രീതിയിൽ എഴുതിയുള്ളൂ. ഈ ഫസ്റ്റ് രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്. ഒന്ന് കോസിന്റെ ടേംസിൽ എഴുതിയുള്ളൂ. ആൻഡ് 0 അതർവൈസ് കണ്ടീഷൻ. ഇത് ഫസ്റ്റ് എക്സ്പ്രഷനും സെക്കൻഡ് എക്സ്പ്രഷനും സെയിം എക്സ്പ്രഷൻ തന്നെയാണ്, പക്ഷെ ഇതിന്റെ ഒരു കോസിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ. സോ ഈ എക്സ് ഓഫ് എഫിന്റെ ടൈം ടേം പ്രസന്റേഷൻ എന്താ? സിങ്ക് 2 ഒമേഗ ടി പ്ലസ് സിങ്ക് 2wt -1 ആണ്. 2wt -1 ആണ്. സോ ഈ സിങ്ക് 2t ആണ് നമുക്ക് ഒറിജിനലി കിട്ടേണ്ടത് അല്ലെ? ഈ സിങ്ക് 2 ഒമേഗ ടി ആയിരുന്നു നമുക്ക് ഒറിജിനലി കിട്ടേണ്ടത്, നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ളത്. ഈ സിങ്ക് 2t -1 ആണ് നമ്മൾ അഡീഷണൽ ടേം. ഈ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ഒരു ISI അയക്കുന്നതുകൊണ്ടുള്ള അഡീഷണൽ ടേം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു മെത്തേഡ്, ഈ ഒരു രണ്ട് എക്സ്പ്രഷനാണ്, ഈ ഒരു മെത്തേഡാണ് നമ്മൾ പറയുന്നത് ഡ്യുവോ ബൈനറി സിഗ്നൽ പൾസ് എന്ന് പറയുന്നത്. ഈ ഡ്യുവോ ബൈനറി സിഗ്നൽ പൾസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ ഈ ഇക്വേഷൻസ് പ്ലോട്ട് ചെയ്യുന്നതാണെങ്കിൽ എക്സ് ഓഫ് എഫിന്റെ വാല്യൂ എന്താണ്ട്? എക്സ് ഓഫ് എഫിന്റെ വാല്യൂ 1 ആണ്, അല്ലെങ്കിൽ അതിനൊരു മാഗ്നിറ്റ്യൂഡ് 1 ഉണ്ട്. ഏതൊക്കെ കേസിൽ? 0ന്റെ കേസിലും അതേപോലെ തന്നെ 1ന്റെ കേസിലും. ഇപ്പൊ ടിന്റെ വാല്യൂ 1 ആണെങ്കിൽ
സീറോന്റെ കേസിലും വണ്ണിന്റെ കേസിലും അതിന്റെ വാല്യൂസ് 1 ആണ്. ബാക്കി എല്ലാ കേസിലും അതിന്റെ വാല്യൂസ് എന്താ 0 ആണ്. അതിൽ നമ്മൾ മറ്റേ പ്ലോട്ട് ചെയ്തത് ഈ എക്സ് ഓഫ് എൻ ടിന്റെ ഗ്രാഫ് നമ്മൾ വരക്കുവാണെങ്കിൽ സീറോന്റെ കേസിലും വണ്ണിന്റെ കേസിലും 1 ആണ്, ബാക്കി എല്ലാ റെസ്റ്റ് കേസിലും 0 ആണ്. സോ അതന്നെയല്ലേ ഇവിടെ കിട്ടിയിട്ടുള്ളത്. റെസ്പോൺസ് വരക്കുന്ന സമയത്ത് സീറോന്റെ കേസിലും അതേപോലെ വണ്ണിന്റെ കേസിലും നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത് 1 ആണ്, ബാക്കി എല്ലാ റെസ്റ്റ് കേസിലും 0 ആണ് മാഗ്നിറ്റ്യൂഡ്. അതിന്റെ ഒരു ഇത് ടൈം ഡൊമെയിൻ റെപ്രസെന്റേഷൻ ആണ്. അതിന്റെ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെന്റേഷൻ വരക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് ഗ്രാഫ് കിട്ടുക. ഇതിന്റെ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെന്റേഷനിൽ ഈ സീറോയിൽ നമുക്ക് മാക്സിമം മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നുണ്ട്. അതായത് ഡി സിയും കൂടി നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡ്യുവോ ബൈനറി സിഗ്നൽ പൾസ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് ഡ്യുവോ ബൈനറി സിഗ്നൽ പൾസ് എന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് ഈ ഒരു സ്പെക്ട്രം ഡീക്കേസ് ടു സീറോ സ്മൂത്ത്ലി, which means the physically realizable filter can be designed that approximates the spectrum very closely and thus a simple rate of 2W is achieved. ഇവിടെ സിമ്പിൾ ട്രാൻസ്മിഷൻ റേറ്റ് 2W ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ പറഞ്ഞിരിക്കുന്ന സ്പെക്ട്രം സ്മൂത്ത്ലി ആണ് ഡീക്കേ ചെയ്യുന്നത് പറയാം. അതായത് റേസ്റ്റ് കോസൈൻ സ്പെക്ട്രത്തിനെ പോലെ തന്നെ സ്മൂത്ത്ലി ഡീക്കേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ട്രാൻസ്മിഷൻ റേറ്റ് എന്താ, സിമ്പിൾ ട്രാൻസ്മിഷൻ റേറ്റ് നമുക്ക് 2 ഒമേഗയുടെ സിമ്പിൾ ട്രാൻസ്മിഷൻ റേറ്റ് നമുക്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇനിയുള്ളത് അനദർ സ്പെഷ്യൽ കേസ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തോ. Another special case എന്ന് പറഞ്ഞാൽ that leads to physically realizable transmitting and receiving filter. മുന്നത്തെ ഐഡിയൽ കേസിൽ നമുക്ക് ഫിസിക്കലി റിയലൈസബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫിൽറ്റർ ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു ഇന്റൻഷനലി നമ്മൾ കൺട്രോൾ ISIന്റെ കേസിൽ നമുക്ക് ഈ പറഞ്ഞ കൺട്രോൾ ISI അയക്കുന്ന പാർഷ്യൽ റെസ്പോൺസ് സിഗ്നൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി റിയലൈസബിൾ ഫിൽറ്റേഴ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാം, എന്നിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് അവർ.